ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ഏപ്രിൽ 19 ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പോൾ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ്. 2026 ഏപ്രിൽ 19 ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ് ഇടവൻ രാശി എന്ന് പറയുന്നത്. അത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ആ ശുക്രൻ ഇടവൻ രാശിയിൽ വരുന്നത്. പ്രത്യേകിച്ച് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും നമ്മുടെ അഭിവൃദ്ധിയുടെയും അതുപോലെ തന്നെ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയൊക്കെ കാരകത്വം ശുക്രനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായിട്ടുള്ള ശുക്രനാണ് ആ കാലപുരുഷൻ്റെ ധനസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്നത്. അപ്പോൾ ശുക്രൻ്റെ ദശ അപകാരമൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തൊക്കെയാണ് ആ ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ആ ശുക്രൻ സ്വന്തം രാശിയിലേക്ക് രാശി മാറുക വഴി പൊതുവെ നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം, സുഖം, അതുപോലെ തന്നെ അഭിവൃദ്ധി, പരിപാലനം, സമാധാനം, സന്തോഷം ഒക്കെ നൽകുന്നതിന് ആ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ആ ശുക്രൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഇപ്പം മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ശുക്രൻ 2ഉം 7ഉം ഭാവാധിപനാണ്. ആ 2ഉം 7ഉം ഭാവാധിപനായ ശുക്രൻ ഏപ്രിൽ 19 അവരുടെ 2ാം ഭാവരാശിയിലേക്ക് ആണ് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നത്. മെയ് 13 വരെ ആ ശുക്രൻ ആ 2ാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിൽ ഉണ്ടാകും. അപ്പം ശുക്രന് ബലമുള്ള സ്ഥാനത്താണ് ആ ശുക്രൻ വരുന്നത്. സാമ്പത്തിക സുഖം, പണഭാഗ്യം അനുഭവപ്പെടാവുന്ന സമയം എന്ന് പറയാം. സമ്പാദ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് ബാലൻസ് കൂടുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ജീവിത പങ്കാളി വഴിയൊക്കെ ധന നേട്ടത്തിന് സാധ്യതയുണ്ട്. കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ഒത്തുചേരുന്നതിനും അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല ബന്ധം, നല്ല സംസാരം, ഭോജന സുഖം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ദമ്പതിമാർക്ക്, പ്രത്യേകിച്ച് അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്കൊക്കെ അടുക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പം പൊതുവെ ഒരു ഇമോഷണലായിട്ടുള്ള സംതൃപ്തി ഈ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുക വഴി മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ഉണ്ടാകും. വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ സുഖച്ചെലവൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഭൗതിക സുഖത്തിൽ പൊതുവെ ആസക്തി ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയിലും അതുപോലെ പ്രൊഫഷണൽ തലത്തിലുമൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ കഴിയുന്ന സമയമാണ്. സംസാരം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന സമയമാണ്. കുടുംബ മൂല്യങ്ങൾ, കുടുംബ സമ്പത്ത് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ച് ആ 2ാം ഭാവരാശിയിൽ ശുക്രൻ ബലവാനായിട്ട് വരിക വഴി മേടക്കൂറുകാർക്കുണ്ടാകും. അതുപോലെ തന്നെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബ സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ചിലപ്പോൾ പല സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും
മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത ഈ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് മേടക്കുറുകാർക്ക് ഉണ്ടാകാം. പൊതുവെ സുഖം, സന്തോഷം കുടുംബ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സമയം എന്ന് പറയാം. അതേപോലെ ശുക്രൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7ാം ഭാവാധിപനായ ശുക്രൻ ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളിയുടെ സ്വാധീനം, പ്രത്യേകിച്ച് ഈ ധന മാനേജ്മെൻറ്റിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സമ്പത്ത് മാനേജ് ചെയ്യുന്നതിൽ ജീവിത പങ്കാളിയുടെ ഒരു സ്വാധീനം ചിലപ്പോൾ ഈ സമയത്ത് കൂടാം. അതുപോലെ തന്നെ ആ ശുക്രൻ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ധനസ്ഥാനത്ത് നിന്ന് അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് ഇൻഷുറൻസ് വഴിയൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറി സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം കുടുംബത്തിൽ ഈ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് സുഖച്ചെലവ് കൂടുന്നതിന് സാധ്യത കാണുന്നു. ഇനി നമുക്ക് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ. അതുപോലെ തന്നെ 6ാം ഭാവ രാശിയുടെ അധിപനുമാണ് ശുക്രൻ. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏപ്രിൽ 19 അവരുടെ ജന്മരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുകയാണ്. മെയ് 13 വരെ ജന്മരാശ്യാധിപനായ ശുക്രൻ ആ ജന്മരാശിയിൽ സ്ഥിതി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. പൊതുവെ ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ജന്മലഗ്ന രാശിയിൽ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മാളവീയ യോഗാവസ്ഥയാണ്. ഇപ്പോൾ ശരീരക്ലേശങ്ങളൊക്കെ കുറയും, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്വന്തം വ്യക്തിത്വത്തിനൊക്കെ ഒരു തിളക്കം ഉണ്ടാകാവുന്ന സമയമാണ്. ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം, സുഖലോലുപത്വമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. റിലേഷൻഷിപ്പൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ഒരു അപ്രിസിയേഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ, നമ്മുടെ വ്യക്തിത്വമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. പൊതുവെ നമുക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ ഈ സമയത്ത് ശുക്രൻ ജന്മരാശിയിൽ രാശി മാറുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ പൊതുവെ ക്യാഷ് ഫ്ലോ ഒക്കെ കൂടാവുന്ന സമയമാണ്. സമ്പത്തിൻ്റെ ഗ്രഹവും കൂടെയാണ് ആ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നു. അപ്പോൾ സുഖം, സന്തോഷമൊക്കെ ഉണ്ടാകും. വീടൊക്കെ നവീകരിക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ചിലപ്പോൾ ആ ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് വഴിതെളിച്ചു എന്ന് വരാം. അതുപോലെ ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ 6ാം ഭാവാധിപനായ ശുക്രൻ അതിൻ്റെ ലഗ്നത്തിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് അച്ചടക്കമാർന്ന ഒരു സമീപനം ഈ സമയത്ത് വേണം. കാരണം 6ാം ഭാവം ശത്രുസ്ഥാനാധിപനാണ്. അപ്പോൾ ആ ശത്രുസ്ഥാനാധിപത്യം ആ ശുക്രനുണ്ട്. ആ ശുക്രൻ ജന്മരാശിയിൽ വരുമ്പോൾ നമുക്ക് ഒരു അച്ചടക്ക സമീപനമൊക്കെ ആവശ്യമാണ്. തർക്ക സ്വഭാവങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. 6ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലേക്കാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് 6ാം ഭാവാധിപൻ ജന്മരാശിയിലൊക്കെ ബലവാനായിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അപ്പിയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ചിലപ്പോൾ മാതൃബന്ധുക്കളുടെയൊക്കെ സഹായം ഈ സമയത്ത് ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ശോഭിക്കും.
സേവന കാര്യങ്ങളിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. ശുക്രൻ 7ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശുക്രൻ 7ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഈ സമയത്തുണ്ടാകാം. ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ 7 ശുക്രൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 7 ശുക്രനൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അല്പം ഒരു ഇമോഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ ഇൻറ്റിമസിയിലൊക്കെ അല്പം കെയർ കൊടുത്തു പോകണം 7ാം ഭാവരാശിയിൽ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അകന്നു നിൽക്കുന്ന ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെയൊക്കെ 7ലെ ദൃഷ്ടി എന്ന് പറയുന്നത് അവർക്ക് അടുക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനൊക്കെ വഴിതെളിക്കും. ബിസിനസ്സിലൊക്കെ പുരോഗതി, ലാഭവർദ്ധനവൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളി വഴി ചിലപ്പോൾ ചില ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ ശുക്രൻ്റെ 7ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും 5ഉം 12ഉം ഭാവാധിപനാണ് ശുക്രൻ. ഈ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏപ്രിൽ 19 അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 12ാം ഭാവാധിപനായ ശുക്രൻ 12ാം ഭാവരാശിയിൽ ബലവാനായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ മെയ് 13 വരെ ആ ശുക്രൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ദൂരയാത്രകൾ, അതുപോലെ ദൂരസ്ഥലത്ത് ഷോപ്പിംഗ്, ആസ്വാദനം, അതുപോലെ ദൂര ക്ഷേത്രങ്ങളിൽ സന്ദർശനം, തീർത്ഥാടനം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. അത് മുഖാന്തരമുള്ള ചെലവ് ഈ സമയത്ത് കൂടുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ശുക്രൻ 5ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്, 5ാം ഭാവാധിപനുമാണ്. അപ്പോൾ ചിലപ്പോൾ 5ാം ഭാവാധിപൻ 12ലൊക്കെ ബലവാനായിട്ടൊക്കെ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പഠന സംബന്ധമായിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വിദേശ യാത്രകൾക്കൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ 5ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ സന്താനത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. അപ്പം ഈ സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പഠനം നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വിദേശത്തൊക്കെ ഏതെങ്കിലും കോഴ്സിലൊക്കെ അഡ്മിഷൻ അന്വേഷിക്കുന്ന ഒരു സമയമൊക്കെ ചിലപ്പോൾ ആകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഈ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ 5ാം ഭാവാധിപൻ 12ലൊക്കെ വരുമ്പോൾ സന്താനത്തിന് വേണ്ടി ചെലവ് കൂടുന്ന സമയമാണ്. ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാവുന്ന സമയമാണ്. പൊതുവെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പണം കൂടുതൽ ചിലവാക്കേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. വിദേശ ബിസിനസ്സുകാർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 5ാം ഭാവാധിപൻ ശുക്രൻ 12ൽ വരിക എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രണയ പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അല്പം കെയർ കൊടുക്കണം. കുറച്ച് ധനപരമായിട്ട് ചിലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 12ാം ഭാവാധിപൻ 12ൽ വരുന്നു. അത് 5ാം ഭാവ സംബന്ധമായിട്ടുള്ള ഗ്രഹവും കൂടെയാണ് എന്നുള്ള രീതിക്ക് സന്താനപരമായിട്ടോ സന്താനങ്ങൾക്ക് വേണ്ടിയോ പഠനപരമായിട്ടോ പ്രണയപരമായിട്ടോ ഒക്കെ തന്നെ ചിലവ് കൂടാവുന്ന സമയമാണ്. ദൂരയാത്രകൾക്ക് വഴിയൊക്കെ ചിലവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രണയബന്ധത്തിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയവും കൂടിയാണ് 5ാം ഭാവാധിപൻ 12ൽ വരിക എന്ന് പറയുമ്പോൾ. ചിലർക്ക് വിദേശത്തുള്ളവരുമായിട്ടൊക്കെ ചിലപ്പോൾ പ്രണയബന്ധം, വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ നമ്മൾ ഈ പ്രത്യേകിച്ച് മിഥുന രാശിയിൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ മിഥുന രാശിയിൽ നിൽക്കുകയാണ്. ആ മിഥുന രാശി നിന്നുകൊണ്ട് ആ ഗുരു 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7ാം ഭാവാധിപൻ 7 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം പലതരത്തിൽ നമുക്ക് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അത് മുഖാന്തരമുള്ള ചിലവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം.
അതുപോലെ തന്നെ പൊതുവെ പലതരത്തിലുള്ള ചെലവുകൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈബിലിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബില്ലിൻ്റെ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ മെഡിക്കൽ എക്സ്പെൻസ്, ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. ശുക്രൻ 6-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 6-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം കുറയാൻ സാധ്യതയുണ്ട്. പരീക്ഷകളിലും അതുപോലെ മത്സരങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ പൊതുവെ നമുക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന, സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സുഗമമാകും. അതുപോലെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, നമ്മുടെ കോവർക്കേഴ്സിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ വായ്പകളെ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേസുകളോ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സന്താനത്തിനൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ ആ സന്താനങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ 12 നിന്നിട്ട് 6-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്താനത്തിന് വിദേശത്ത് സേവനം നടത്തുന്നതിനുള്ള ചില സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു. ക്രിയേറ്റീവ് തലത്തിലൊക്കെ സ്വാഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക്, സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ 4-ാം ഭാവാധിപനാണ്. അതുപോലെ നേട്ടത്തിൻ്റെ 11-ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11-ാം ഭാവരാശിയിൽ ബലവാനായിട്ട് വരികയാണ്. അപ്പോൾ പൊതുവെ അത് 11-ലൊക്കെ വരിക, 11-ാം ഭാവാധിപൻ 11-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ധനാഗമനം കൂടുന്ന സമയം എന്ന് പറയാം. ചിലപ്പോൾ ആ 11-ാം ഭാവത്തിൽ ശുക്രൻ ബലവാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ സൗഹൃദങ്ങൾ വഴിയോ സാമൂഹിക ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് പല നേട്ടങ്ങൾ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് ഉന്നത വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനും അവർ മുഖാന്തരമൊക്കെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ 11-ാം ഭാവാധിപനായ ശുക്രൻ 11-ൽ വരിക വഴി ഉണ്ടാകും. പൊതുവെ സാമൂഹ്യ ബന്ധമൊക്കെ ശക്തിപ്പെടുന്ന സമയം എന്ന് പറയാം. അതുപോലെ നമുക്ക് ഈ 4-ാം ഭാവാധിപൻ 11-ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ കുടുംബാന്തരീക്ഷമൊക്കെ പൊതുവെ സന്തോഷകരമാവും. മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും. മാതാവ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം 11-ലൊക്കെ ശുക്രൻ ബലവാനായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള ആ ബന്ധം, അവരുടെ അവരുമായിട്ടുള്ള ആ ഇൻറ്റിമസിയിലൊക്കെ അല്പ കെയർ വേണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇവയുടെയൊക്കെ ട്രാൻസാക്ഷൻ ഇതിലൊക്കെ വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഭൂമി ട്രാൻസാക്ഷൻ വഴി ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതീതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ നമ്മൾ വാഹനങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് ഈ സമയത്തൊക്കെ 4-ാം ഭാവാധിപൻ 11-ലൊക്കെ നിൽക്കുമ്പോൾ കുടുംബ സുഖമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ലക്ഷറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഈ 11-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുക വഴി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശുക്രനായതുകൊണ്ട് ശുക്രൻ 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അനുകൂല സമയമാണ്. ഉന്നത ഈ വിദ്യയൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയം എന്ന് പറയാം. വിദേശത്തൊക്കെ പഠനം, ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സ്പോർട്സ്, ഗെയിംസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ, ഷെയർ മാർക്കറ്റിൽ ഇവ വഴിയൊക്കെ നമുക്ക് വലിയ സാമ്പത്തിക നേട്ടം പ്രത്യേകിച്ച് 11-ാം ഭാവാധിപൻ 11-ൽ നിന്നുകൊണ്ട് 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിഡൻ ടാലൻസ്,
നമ്മുടെ അതൊക്കെ പുറത്തെടുക്കാൻ കഴിയുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.